എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തംബ്നെയിൽ കണ്ടിട്ടുള്ള ഒരു സ്ലീവാണ് നമ്മളിവിടെ തയ്ക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ലീവ് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഇതുപോലെ ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തെ നീളം 15 ഇഞ്ച് എടുക്കാം. ഇനി താഴ്ഭാഗത്തെ നീളം നമുക്ക് 12 ഇഞ്ച് എടുക്കാം. ഇനി വരുന്നത് കൈയുടെ വീതിയാണ്. കൈയുടെ വണ്ണം നമ്മൾ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ട്രാപ്പ് ആവശ്യമാണ്. അത് 1.5 ഇഞ്ച് വീതിയും നമ്മൾ 15 ഇഞ്ച് നീളമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ക്യാൻവാസ് എടുക്കാം. ഈ ക്യാൻവാസ് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, അതായത് 2.5 ഇഞ്ചിൽ. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ 1 ഇഞ്ച് വലത് സൈഡിലേക്കും ഇടത് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്കിംഗ് ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായി കർവ് ചെയ്തിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അതായത് കുറച്ച് ഭാഗം മാത്രം നമ്മൾ സൈഡിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മുടെ ക്യാൻവാസ് ഇതിൻ്റെ മുകളിലായി നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ക്യാൻവാസ് വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് 4 സൈഡിലും ലേക്കും ക്ലോത്ത് വേണം. ആ രീതിയിൽ വേണം നമ്മൾ ഈ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അയൺ ചെയ്ത് ഈ ക്യാൻവാസിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിതുപോലെ അരികു വശം മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം വെട്ടി വെച്ചിട്ടുള്ള ഈ സ്ട്രാപ്പിനെ നടുമടക്കിയതിന് ശേഷം നമുക്ക് ഡോരിയൊക്കെ തയ്ച്ചെടുക്കുന്ന പോലെ തന്നെ ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. ഇനി ഇതിൻ്റെ തലപ്പ് ഭാഗം നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിനെ ഈർക്കൾ ഉപയോഗിച്ച് നമുക്ക് മറിച്ചെടുക്കാം. ഇനി മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്റർ ഭാഗം നമുക്ക് താഴ്ഭാഗം വരെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം.
ഇനി താഴെ നിന്നും ഒരു 5 ഇഞ്ച് മുകളിലേക്കായിട്ട് ഒരു മാർക്കിങ് കൊടുക്കാം. ഈ മാർക്കിങ്ങിൻ്റെ അവിടെയാണ് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ ക്യാൻവാസിൻ്റെ ഡിസൈന് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു പിൻ കുത്തി കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇവിടെ എത്തുമ്പോൾ നീഡിൽ താത്തിയതിന് ശേഷം ഫൂട്ട് പൊക്കി കൊടുത്തിട്ട് ഇതുപോലെ ക്ലോത്ത് തിരിച്ച് വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തയ്ച്ചെടുക്കാം. ഇവിടെ എത്തുമ്പോൾ നമുക്കൊന്ന് ലോക്കിട്ട് എടുക്കാം. ഇനി നമുക്ക് പിന്നെ അഴിച്ചു മാറ്റാം. ശേഷം ഇതുപോലെ മടക്കുക. ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അരികുവശങ്ങളെല്ലാം നമുക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കാം. സ്റ്റിച്ചിലേക്ക് കട്ട് ചെയ്യാൻ കൊള്ളാതെ നോക്കണേ. ഇനി ഇതിനെ നമുക്ക് ഉള്ളിലോട്ടാക്കി ഒന്ന് മറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ മാർക്കിങ് കൊടുക്കാം. നമുക്ക് എവിടെയൊക്കെയാണോ ഈ ഒരു ഡിസൈന് കൊടുക്കേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഡോരി പോലുള്ളത് ഇതിൻ്റെ താഴ്ഭാഗത്തായി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. താഴെയായി വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ബാക്കി വരുന്ന ഭാഗം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിൽ വെച്ചിട്ട് ഇതുപോലെ ഓരോന്നായി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഈ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ നീഡിൽ താത്തിയതിന് ശേഷം ഫൂട്ട് പൊക്കിയതിന് ശേഷം ഇതുപോലെ സ്ലീവിൻ്റെ ക്ലോത്ത് ഒന്ന് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഓരോ ആ ഡോരിയുടെ പീസും ശരിക്ക് തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കും, വളഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ വൃത്തിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. ഓരോ പീസ് വയ്ക്കുമ്പോഴും ഇതുപോലെ നമ്മൾ ശരിയാക്കി വെച്ച് കൊടുത്തിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ഇവിടെ എത്തുമ്പോൾ നമുക്കിതുപോലെ ലോക്ക് ഇട്ടതിന് ശേഷം എടുക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ഡിസൈൻ ഇവിടെ വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ 1/4 ഇഞ്ചിലൊന്ന് മടക്കിയതിന് ശേഷം താഴെ വരെ തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഒരു ചാനലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ് ഇട്ടിട്ടുണ്ട്. ഹാഫ് സ്ലീവ്സിൻ്റെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കൂ. ഇപ്പോൾ നമ്മളുടെ ഭംഗിയുള്ള ഈ ഒരു സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്നൊരു സ്ലീവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.